السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. നാം നിർവഹിക്കുന്ന നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ദാനധർമ്മങ്ങളൊക്കെയും റബ്ബുൽ ആലമീനായ നാഥൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ എന്തെല്ലാം നന്മകൾ അള്ളാഹു ഗോപ്യമാക്കി വച്ചിരിക്കുന്നുണ്ടോ, ആ ഗോപ്യമാക്കി വച്ചിരിക്കുന്ന മുഴുവൻ നന്മകളും നേടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം അമ്നാണ്, സമാധാനമാണ്. ഭയമില്ലാതെ സമാധാനത്തോടെ ഭാര്യയും മക്കളും മാതാപിതാക്കളും കുടുംബവുമായി രാത്രി ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇന്ത്യയിലെ മറ്റിതര സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ വന്ന് നിർഭയത്വത്തോടുകൂടി റബ്ബിനെ ആരാധിക്കുന്നു, അവനെ ഇബാദത്ത് ചെയ്യുന്നു. നമ്മുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ വളരെ സന്തോഷകരമായി സമാധാനപൂർവ്വം നിർവഹിക്കാൻ കഴിയുന്നു. ഇത് അള്ളാഹു ചെയ്തു തന്ന വളരെ വലിയൊരു അനുഗ്രഹമാണ്. ആ നിർഭയത്വത്തിന് നമ്മൾ അള്ളാഹുവിന്, റബ്ബിൻ്റെ മുന്നിൽ വലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ റബ്ബ് ചോദിക്കപ്പെടും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ദിവസം പട്ടിണിയാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വിശ്രമിക്കാൻ പോയ പ്രവാചകൻ അടുക്കളയിൽ ഒരു ഭക്ഷണവും ഇല്ലാതെ വന്നപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് പ്രവാചകൻ കിടന്നിട്ടും ഉറക്കമില്ലാതെ വിശപ്പിൻ്റെ കാഠിന്യത കൊണ്ട് റസൂൽ എഴുന്നേറ്റ് റോഡിലൂടെ നടക്കുമ്പോൾ 2 അനുചരന്മാർ മുൻപേ നടക്കുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും. നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ എന്താണോ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ പ്രേരിപ്പിച്ചത് അത് തന്നെയാണ് റസൂലെ ഞങ്ങളെയും പ്രേരിപ്പിച്ചത്, വിശപ്പാണ്. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ആ അനുചരൻ ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചതിന് ശേഷം 2 ദിവസത്തെ വിശപ്പിന് ശേഷം ഒരാശ്വാസം കിട്ടിയപ്പോൾ റസൂല് തൻ്റെ അനുചരൻ്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമറിൻ്റെയും ചുമലിലേക്ക് തട്ടിക്കൊണ്ട് പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ അനുഗ്രഹത്തെക്കുറിച്ചും നാളെ പരലോകത്ത് അള്ളാഹു വിചാരണ ചെയ്യപ്പെടും. ഈ അനുഗ്രഹം വളരെ വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടി നമ്മുടെ വീടുകളിൽ വിശ്രമിക്കാൻ കഴിയുകയും വിശക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഈ ലോകത്ത് മഹാസൗഭാഗ്യവാന്മാരാണ് എന്നതിൻ്റെ വലിയൊരു അടയാളമാണ് എന്നുള്ളതാണ്. നാം ജീവിക്കുന്ന നമ്മുടെ നാടിൽ നിന്ന് 6000-7000 കിലോമീറ്റർ അകലെയുള്ള ഫലസ്തീനിലെ ഗസയിൽ നമ്മൾ ആഹ്ലാദത്തോടെ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴും 10-25 ലക്ഷത്തോളം വരുന്ന വിശ്വാസി സമൂഹം, നമ്മളൊക്കെ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, കഴിഞ്ഞ വർഷം ഈ പള്ളിയിലാണ് നമ്മൾ ഫജ്ർ നമസ്കരിച്ചത്, തറാവീഹ് നമസ്കരിച്ചത്. അത്തരം പൊളിഞ്ഞ പള്ളികളുടെ ഓരത്ത് നിന്നുകൊണ്ട് അവർ രാത്രി അത്താഴം കഴിക്കാൻ, രാത്രി നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല. നമ്മൾ ഈ അത്താഴം കഴിച്ചു വരുമ്പോഴും വയറ് നിറയെ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ കിട്ടിയ ഭക്ഷണം 1000-1500 പേര്
എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു. അതിൽ പലരും കഴിക്കാൻ ഭക്ഷണമില്ലാത്തവർ, ചില കുട്ടികൾ പോലും. എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി. എൻ്റെ ഉപ്പ സ്വർഗത്തിലാണ്. എൻ്റെ ഉമ്മ കഴിഞ്ഞ വർഷം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇടയത്താഴത്തിന് എന്നെ വിളിക്കുന്ന, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, എനിക്ക് വെള്ളമെടുത്തു തരുന്ന എൻ്റെ ഉമ്മച്ചി ഇവിടെ ഇല്ല, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയി. എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും മരണപ്പെട്ടു. ഞാനും എൻ്റെ അനുജത്തിയും മാത്രമുണ്ട് എന്ന് നിറകണ്ണുകളോട് പറയുന്ന വീഡിയോ നാം കണ്ടു. ആ ചെറിയ അനുജത്തിക്ക് കൊടുക്കാൻ എവിടെ നിന്നോ മുലപ്പാൽ പാല് സംവിധാനിച്ചിട്ട് ആ കുഞ്ഞിന് അനുജത്തിക്ക് കൊടുക്കുന്നു. ആ ജ്യേഷ്ഠന്റെ 6 or 7 വയസ്സുള്ള ആ ജ്യേഷ്ഠന്റെ സഹായത്തിൽ മാത്രം ആ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ നമസ്കാരങ്ങളിലുമൊക്കെ ആ ഫലസ്തീനിലെ ഗസ്സയിൽ ജീവിക്കുന്ന, കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ്. പൊളിഞ്ഞു വീണ് തകർന്നുപോയ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനം അവർ പാരായണം ചെയ്യുന്നത്, അവരുടെ റൂമുകളും അവരുടെ കളിക്കോപ്പുകളുമുള്ള വീടുകൾ പൊളിഞ്ഞ് നിശേഷം തകർന്നു പോയിട്ട് ആ വീടിൻ്റെ മുന്നിൽ നിന്ന് ഒരു 9 വയസ്സുകാരൻ വിശുദ്ധ ഖുർആനിലെ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. നമ്മൾ ചിന്തിക്കേണ്ടത്, 9 വയസ്സുകാരൻ്റെ ഉപ്പയും ഉമ്മയുമൊക്കെ മരണപ്പെട്ട് തകർന്നടിഞ്ഞു നിന്ന ആ വീടിൻ്റെ മുന്നിൽ നിന്ന് ഹൃദയനൊമ്പരത്തോടൊപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, സൂര്യകിരണങ്ങൾ ഈ ഭൂമിയിലേക്ക് ഉദിപ്പിക്കുന്ന നാഥൻ, ആ നാഥന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന വിപത്തുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. വലനബുലുവന്നകും, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട്. ഭയം എന്താണെന്ന് അവർ അറിഞ്ഞു. വൽ ജൂഅ്, വിശപ്പ് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വിശപ്പ് കൊണ്ട് ലോകത്ത് മറ്റു മനുഷ്യർ അനുഭവിക്കുന്നതിനേക്കാൾ വിശപ്പിന്റെ രുചി എന്താണെന്ന് അവർ അറിഞ്ഞു. വനഖ്സൻ മിനൽ അംവാലി വൽ അൻഫുസ്, നമ്മളെക്കാളും വലിയ കച്ചവടക്കാരും വലിയ സമ്പന്നരുമായിരുന്ന മനുഷ്യർ സ്വന്തം ഒരു രൂപ പോലുമില്ലാതെ സാമ്പത്തികമായ തകർച്ച അവർ ശരിക്കും പറഞ്ഞു. വനഖ്സൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത്, ഫലവിഭവങ്ങളുടെ നഷ്ടം. നമ്മുടെ വീടുകളുടെ ആ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന പലതരത്തിലുള്ള പഴങ്ങളുണ്ട്. അവർ സ്വപ്നം കാണുകയാണ്. നബിയെ, ഇത്തരം പരീക്ഷണങ്ങൾ പിടിച്ചു നിൽക്കുന്ന സത്യവിശ്വാസികൾക്ക് വബശ്ശിരിസ് സാബിരീൻ, ഈ ക്ഷമാശീലന്മാർക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, ജീവിതത്തിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് അസ്വസ്ഥമാകുന്ന നാം വിശുദ്ധമായി ഈ ഖുർആനിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കണം. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, എന്തെങ്കിലും വിപത്തുകൾ വരുമ്പോഴേക്ക് ഖാലു, അവർ പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പടച്ച റബ്ബേ, ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ടുള്ളവരാണ്. ഏതു വിപത്തുകളും റബ്ബേ നിന്റെ പരലോകത്തിന് വേണ്ടി, മരണമില്ലാത്ത, വേദനകളില്ലാത്ത, വംശീയതകളും വർഗീയതകളുമില്ലാത്ത പരലോകത്തിനു വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ഉലൈക അലൈഹിം സ്വലവാതുൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരുടെ മേലാണ് അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും, അവരാണ് യഥാർത്ഥ സന്മാർഗികളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഉപദേശിക്കുമ്പോൾ, പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ, വേദനകളുടെ സന്ദർഭങ്ങളിൽ ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഫലസ്തീനിലെ 9 വയസ്സുകാരൻ വിശുദ്ധ ഖുർആൻ അറിയാതെ പാരായണം ചെയ്യുന്നവരല്ല. അർത്ഥവും ആശയവും മനസ്സിലാക്കി എൻ്റെ ഉമ്മയേക്കാൾ, എൻ്റെ ഉപ്പയേക്കാൾ,
എന്നെ ചേർത്തു പിടിക്കുന്ന എൻ്റെ നാഥൻ എന്നോട് സംസാരിക്കുകയാണെന്ന ബോധ്യത്തോടു കൂടിയാണ് ആ പൊന്നുമകൻ ഖുർആൻ ഓതുന്നത്. അതുകൊണ്ട് തന്നെ റമദാൻ ഒരു കേവലം പാരായണങ്ങൾക്കപ്പുറം, പ്രിയമുള്ളവരെ, രാത്രി നമ്മുടെ ഇമാം പാരായണം ചെയ്യുന്നത് ഒരു 4-5 പേജാണ് പാരായണം ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥശകലങ്ങൾ മനസ്സിലാക്കി നമസ്കരിക്കാൻ വേണ്ടി വന്നു നിൽക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട്, സ്വർഗത്തെക്കുറിച്ചുള്ള വചനങ്ങൾ പറയുമ്പോൾ ആസ്വദിച്ചുകൊണ്ട്, നരകത്തെ കുറിച്ചുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ നമസ്കാരത്തിൽ നിന്ന് സങ്കടപ്പെട്ട് വിതുമ്പുന്ന രൂപത്തിൽ ഖുർആൻ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഹറാമുകളിൽ നിന്നും മാറി വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഹലാലായ ജീവിതം നയിക്കുന്ന സാത്വികന്മാരായ മഹാരഥന്മാരായ സ്വഹാബികൾ ജീവിച്ചതുപോലെ, ഖുർആനിന്റെ മഹനോദാഹരണങ്ങളായ റസൂലിന്റെ അനുചരന്മാർ ജീവിച്ചതുപോലെ ഖുർആൻ മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ ഗസയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, വൃദ്ധരായ നമ്മുടെ ഉപ്പമാർ, അള്ളാഹുവെ അവർക്കൊക്കെയും നിർഭയത്വവും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഇസ്രായേൽ എന്ന ജൂത സയനിസ്റ്റുകളുടെ ഉപദ്രവത്തിൽ നിന്ന് നാഥ ആ നാടിന് അമ്നും ആശ്വാസവും നിർഭയത്വവും നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ സ്വസ്ഥമായി വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് ആ പൊന്നുമക്കൾക്ക് ആ ഭൂമിയിൽ ഓടിക്കളിച്ച് നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്തിൻ്റെയും ഭരണകൂട ഭീകരതകളിൽ നിന്ന്, വർഗീയതകളിൽ നിന്ന്, അനൈക്യങ്ങളിൽ നിന്ന് നാഥ ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ പരസ്പരം വിശ്വാസികൾ മതങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, അവരുടെ വിശ്വാസങ്ങളും ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥാന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.